ഒരു ഒരു ഗവേഷകൻ പെട്ടെന്ന് കണ്ടത് നാട്ടിലെ കുറേ ആൾക്കാരൊക്കെ ശരീരം വീർത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ അതിനെ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ എന്നാണ് പറയുന്നത്. അന്ന് ആ പേരൊന്നുമില്ല. അങ്ങനെ മരിക്കുന്ന ആൾക്കാർക്ക് ഈ കുറേ ഔഷധക്കൂട്ടുണ്ടാക്കി കൊടുക്കുമ്പം അതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് മുഴുവനും എടുത്തപ്പോഴത്തേക്ക് 20 വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ചേർത്ത് എടുത്ത് അതിൻ്റെ ഒരു ഔഷധക്കൂട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ അത് ഓരോന്നായിട്ട് അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഫോക്സ് ഗ്ലൗ എന്ന് പറയുന്ന ഒരു ചെടിയുടെ എക്സ്ട്രാക്റ്റാണ് ഫലപ്രദമെന്ന് കണ്ടെത്തി. ഇതാണ് സയൻസ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന പ്രീ സയൻസ് എന്ന് പറയുന്നത്, ഈ പ്രോട്ടോ സയൻസ് എന്ന് പറയുന്നത് ഈ 20 ഔഷധ ചെടികളും കൂടെ അരച്ച് കലക്കി കൊടുക്കുന്നതിന് പകരം സയൻസിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ ദശാവിശേഷങ്ങൾ അതാണ്. അതുണ്ടായത് എങ്ങനെയാണ്? ഇതിൽ നിന്ന് 19 എണ്ണം മാറ്റിയിട്ട് ഈ ഒരെണ്ണം മാത്രം കൊടുത്താലും തുല്യമായിട്ടുള്ള ഫലം ഉണ്ടാവുമെന്ന് അങ്ങനെ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മളിപ്പം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഡിജിറ്റാലിസ് എന്ന് പറയുന്ന മരുന്ന് അതിൽ നിന്നുണ്ടായതാണ്. പിൽക്കാലത്ത് ഡിജിറ്റാലിസ് ഉണ്ടായി.